അങ്ങനെ റെന ഫാത്തിമ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും പുറത്താവുകയാണ്. വന്ന നാളുകളിൽ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു റെന ഫാത്തിമ. എന്നാൽ പിന്നീട് അങ്ങോട്ട് ജിസേലിൻ്റെയും ആരിൻ്റെയും അക്ബറിൻ്റെയും ഒക്കെ ഗ്യാങ്ങിൽപ്പെട്ട് റെന ഫാത്തിമ സ്വന്തം ഗെയിം മറന്നു. എങ്ങനെ കളിക്കണമെന്നറിയാതെ ജിസേലിൻ്റെ മാനേജറായിട്ട് മാറി നമ്മുടെ റെന ഫാത്തിമ. പിന്നെ ആവശ്യമില്ലാത്ത വെറുപ്പീരും ഒട്ടും ബഹുമാനമില്ലാത്ത ടൈപ്പ് സംസാരങ്ങളും നമ്മുടെ റെന ഫാത്തിമയെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തിരിച്ചുവരവിന് പോലും സാധ്യത ഇല്ലാത്ത തരത്തിൽ ഒരു തരത്തിലുള്ള കണ്ടന്റും പുറത്ത് പ്രേക്ഷകർ കൊടുക്കുന്നതിൽ റെന ഫാത്തിമ പരാജയപ്പെട്ടതാണ് പെട്ടെന്നുള്ള ഈ പണിയിറക്കത്തിന് കാരണം. എങ്ങനെ പോയാലും അത്യാവശ്യം ഒരു 70-80 ദിവസം വരെ നിൽക്കാൻ പറ്റുമായിരുന്ന റെന ഫാത്തിമ ഇത്ര നേരത്തെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയാനുള്ള കാരണം സ്വന്തം കയ്യിലിരിപ്പ് തന്നെയാണ്. കുറച്ചും കൂടി ഗെയിം നന്നായി മനസ്സിലാക്കി കളിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളുകൾ കൂടി ആ വീട്ടിൽ തുടരാൻ പറ്റുമായിരുന്നു. എന്തായാലും റെന ഫാത്തിമയെ ലാലേട്ടൻ പുറത്താക്കുന്നത് ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഗെയിമിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എവിക്ഷനിൽ വന്നിട്ടുള്ള 9 പേരിൽ 1-2 പേരെ ലാലേട്ടൻ സേവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 7 പേരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുകയും അവിടെ എന്തോ ഒരു മത്സരത്തിലൂടെ ഒരു ചെറിയ മത്സരത്തിലൂടെ നമ്മുടെ റെന ഫാത്തിമയെ ലാലേട്ടൻ പുറത്താക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഷൂട്ടിംഗ് ഇന്നലെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കത് കാണാം. എന്തായാലും ആരിനും റെന ഫാത്തിമയുമായിരുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും ഡേഞ്ചർ സോണിലുള്ള 2 മത്സരാർത്ഥികൾ. അതിൽ റെന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വോട്ട് കുറവ് നമ്മുടെ ആരിനായിരുന്നു. എന്നാൽ പുറത്തായത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമയ്ക്ക് വോട്ട് വളരെ കുറവാണ്. ആകാശ് സാബുമാനായിരുന്നു വോട്ട് കുറവ്. എന്നാൽ ആകാശ് സാബുമാന് അത്യാവശ്യം വോട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് കിട്ടിയത് കൊണ്ട് ഇത്തവണ മുകളിൽ വരികയും റെന ഫാത്തിമ ഏറ്റവും വോട്ട് കുറഞ്ഞ് പുറത്താവുകയും ചെയ്തു. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി നിങ്ങൾക്ക് റെന ഫാത്തിമ പുറത്താവുന്ന ആ എക്സ്ക്ലൂസീവ് വീഡിയോ എപ്പിസോഡ് വഴി കാണാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.